സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നിറഞ്ഞു തുളുമ്പുന്ന അപ്പക്കൂടകൾ അത് നിറസ്നേഹത്തിന്റെ രൂപകം തന്നെയാണ്. ഇനി അങ്ങോട്ട് നിലയില്ലാതെ നിലയ്ക്കാതെ നിറഞ്ഞൊഴുകുന്ന സ്നേഹപ്പകർച്ചയുടെ കനിവോട്ടമുണ്ടതിൽ. ഇന്നലെ നാം അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. ദൈവം, സ്നേഹം, നിത്യജീവൻ, ഇവ മൂന്നും ഒറ്റ ശ്വാസത്തിൽ ചേർത്ത് വായിക്കപ്പെടുകയാണിന്ന്. കാരണം അവ ഒന്നു തന്നെയാണ്. ദൈവം നമ്മെ എത്രമേൽ സ്നേഹിക്കുന്നുവെന്നറിഞ്ഞ് അതിൽ ജീവിതം ഉറപ്പിക്കുന്നിടത്താണ് ക്രിസ്തീയ സ്നേഹജീവനം ആരംഭിക്കുന്നത്. ഇന്ന് തങ്ങളുടെ ജീവനെ വിഴുങ്ങുവാൻ വാവിളർന്ന കടലിളക്കങ്ങളുടെ മുകളിൽ ശിഷ്യർ ഭയന്ന് മരണത്തോട് മല്ലിടുകയാണ്. മർക്കോസ് 6:45. നാഥൻ കടലിനെ ശാന്തമാക്കുന്നു. ആ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് കുറിച്ച് വയ്ക്കുന്നത് ഇപ്രകാരമാണ്: അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ അർത്ഥം ഗ്രഹിക്കാത്ത വിധം അവരുടെ ഹൃദയങ്ങൾ കഠിനമായി പോയി എന്ന്. നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ നിറവാണ് പരിശുദ്ധാത്മാവ്. റോമർ 5:5. നിറഞ്ഞൊഴുകുന്ന സ്നേഹം പോലെ. ഈ സ്നേഹത്തിൻ്റെ നിറവായ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു തരികയാണ് ദൈവം നമ്മിൽ വസിക്കുന്നുവെന്ന്. ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവ്, ദൈവം നമ്മിൽ വസിക്കുന്നുവെന്നുള്ള ഈ തിരിച്ചറിവ് രക്ഷകനായ ക്രിസ്തുവിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രം സാധ്യമാകുന്നൊരു കാര്യമാണ്. ഇന്ന് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിച്ചു തരുന്നത്. അവർണ്ണനീയമായ ഈ സ്നേഹദാനത്തെ പ്രതി പൗലോസ് ശ്ലീഹ ആനന്ദഭരിതനാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. 2 കൊരിന്ത്യർ 9:15. ഈ സ്നേഹപൂർണിമ തന്നെയാണ് എല്ലാത്തിനെയും സ്വാംശീകരിക്കുന്ന പരസ്പര സ്നേഹത്തിൻ്റെ പരമപ്രമാണം. മത്തായി 22:39. ഇന്നലെ എന്ന പോലെ ഇന്നും സങ്കീർത്തനം 72 ദൈവിക നീതിയെയും ഉടമ്പടിയെയും അതിനോടൊന്നും പിടിച്ചു നിൽക്കാനാകാത്ത നമ്മുടെ അപര്യാപ്തതകളെയും അത് ഒരേ ക്യാൻവാസിൽ വായിച്ചെടുക്കുന്നുണ്ട്. തിരിച്ചറിയലിൻ്റെയും തിരിച്ചുവരവിൻ്റെയും ക്ഷണമാണ് ഈ സങ്കീർത്തനം. ദൈവത്തിൻ്റെ അലംഘനീയമായ നീതി, റൈച്ചസ്നെസ്, ഇതൊന്നുകൊണ്ട് മാത്രമാണ് അവിടുന്ന് നമ്മെ അലംഘനീയമായി സ്നേഹിച്ചുവെന്ന് നമ്മൾ അറിയുന്നത്. ദൈവം തൻ്റെ സ്നേഹത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ അമർന്നിറങ്ങുകയാണ്. നീതിയുടെയും സ്നേഹത്തിൻ്റെയും അനിശ്ചിത ദുർഗങ്ങളായി അങ്ങനെ നമ്മൾ മാറുന്നു.